എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ സച്ചിയുടെ ഫ്രണ്ടില്ലേ മഹേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദവുമായി നമ്മുടെ സച്ചിയുടെ വീട്ടിലോട്ട് വരുവാണ്. അവർ വീട്ടിലോട്ടൊന്നും പോകാതെ നേരിട്ട് സച്ചിയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. പ്രസാദം അവർക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ കൊടുക്കാൻ വേണ്ടിയാണ് സച്ചിയുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് സച്ചിക്കും രേവതിക്കും പ്രസാദമൊക്കെ പ്രസാദം കൊടുത്തതിനപ്പോൾ രേവതി പറഞ്ഞു, ഇരിക്കെ വീട്ടിലോട്ട് വന്നതല്ലേ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു പോകാമെന്ന് പറഞ്ഞു. രാവിലെയാണ് വന്നത്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പോകാമെന്ന് പറയും. വേണ്ട, ഞങ്ങൾ പോട്ടെ എന്നൊക്കെ മഹേഷ് പറയുമ്പോഴേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങൾ ആരെയായാലും വിടാറുള്ളൂ, അപ്പോൾ നിങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടി മഹേഷിനെയും ഭാര്യയും നിർബന്ധിച്ച് വീട്ടിലിരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അടുക്കളയിൽ രേവതി ഇവർക്കായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുവാണ്. അപ്പോൾ ശ്രുതി വന്ന് പറയും, ശ്രുതിക്ക് ഇന്ന് നേരത്തെ പോകണം, ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം റെഡിയാക്കണമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, എന്നാൽ അത് നേരത്തെ പറയണ്ടേ, ഇപ്പോൾ ഞാൻ അവർക്കായിട്ടുള്ളത് ഉണ്ടാക്കുവാണ്, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് എളുപ്പം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയും, മീറ്റിംഗ് ആണ്, അർജൻറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, ഒരു 10 മിനിറ്റ്, എന്നാൽ നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഇതും കേട്ട് നേരെ മുറിയിലോട്ട് പോകുവാണ്. ശ്രുതിയോട് ഇക്കാര്യം പറയും, ശ്രുതി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അവിടെ സച്ചിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് തരാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. ശ്രുതി പറയും, ഞാനെന്താ അവരുടെ ഭക്ഷണം കഴിച്ചു കഴിയുന്നത് വരെ ഞാനിവിടെ കാവലിരിക്കണോ, അവരാരാണ്, വന്ന് കയറിയവർക്കെല്ലാം ഭക്ഷണം വിളമ്പുവാണെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ കിടന്ന് നല്ല ബഹളം വെക്കുവാണ്. ശ്രുതിയുടെ ബഹളം കേട്ട് ശ്രീകാന്തും വർഷയൊക്കെ മുറിയുടെ പുറത്തോട്ട് വരും. മഹേഷിനെ കണ്ടപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, മഹേഷേട്ടൻ എപ്പോൾ വന്നു ഭക്ഷണം കഴിക്കുന്നൊക്കെ ശ്രീകാന്തും പറയും. ഒച്ച എടുത്തെടുത്ത് ശ്രുതി നല്ല റൂമിൻ്റെ പുറത്തോട്ട് വന്ന് ബഹളം വെക്കാൻ തുടങ്ങും. കണ്ടവൻ കഴിച്ചു കഴിയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണോ എൻ്റെ വീട്ടിൽ, ഞാൻ എന്താ ഇവിടുത്തെ ജോലിക്കാരനാണോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, നിങ്ങൾ കഴിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ശ്രുതിയെയും കൂട്ടി മുറിയിൽ പോകുവാണ്. സച്ചി വളരെ ശാന്തമായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. പക്ഷെ ശ്രുതിയാകട്ടെ നല്ല ദേഷ്യത്തിലും നല്ല സൗണ്ടിലുമാണ് ശ്രുതി സംസാരിക്കുന്നത്. സച്ചി പറയും ശ്രുതിയോട്, എടാ നീ ഒന്ന് പയ്യെ സംസാരിക്കുക, ഒരു 10 മിനിറ്റ് മതിയല്ലോ, അവരെളുപ്പം കഴിച്ചിട്ട് പോകും എന്നൊക്കെ സച്ചി പറയുവാണ്. പക്ഷേ ശ്രുതി ഇതൊന്നും കേൾക്കൊന്നുമില്ല. ഞാൻ എന്തിനാടാ നിൻ്റെ ഫ്രണ്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ എന്താ ഇവിടുത്തെ ആരാന്നാ നിൻ്റെ വിചാരം, നീ ആരാണെന്നാടാ നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നല്ലോണം ഒച്ചെടുക്കുവാണ്. രാവിലെ തന്നെ ഓരോന്ന് കയറി വന്നോളും, വന്നവർക്കും പോകുന്നവർക്കൊക്കെ ഭക്ഷണം വിളമ്പാൻ ഇതെന്താ സത്രമാണോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി നല്ല ഒച്ചെടുക്കുവാണ്. കണ്ടവനെയൊക്കെ കയറ്റി ഭക്ഷണം കൊടുക്കുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷും ഭാര്യ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഭക്ഷണം പാതിക്ക് വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. രേവതി പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കുക, അതൊന്നും കാര്യമാക്കണ്ട, കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴൊന്നും ഇവരിരുന്നില്ല. കാരണം അവർക്കത് വല്ലാത്തൊരു ഫീലായിപ്പോയി, ഭക്ഷണത്തിന് മുമ്പിൽ വെച്ച് അപമാനിച്ച് വിട്ട പോലെയല്ലേ. അവരങ്ങനെ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. സച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സച്ചി അപ്പോഴും വളരെ ശാന്തമായിട്ട് തന്നെ ശ്രുതിയോട് അവിടെ സംസാരിക്കുവാണ്. വർഷയും ശ്രുതിയോട് പറയും, എന്തിനാ ശ്രുതിയേട്ടാ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെ, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അപമാനിച്ച് വിടുന്നത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ശ്രുതി പറയും, ഞാൻ നിന്നെപ്പോലെ കാർ ഓടിക്കുന്നവനൊന്നുമല്ല, ഞാനൊരു ബിസിനസ്മാനാണ്, എനിക്ക് സമയമാണ് എല്ലാം, നീ പോടാന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുവാണ്. സച്ചി അപ്പം മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, അവർ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് ഭക്ഷണം മതിയാക്കി അവർ എഴുന്നേറ്റ് പോയി, മുഴുവനൊന്നും കഴിച്ചില്ല, വളരെ വിഷമത്തോടെയാണ് അവർ പോയതെന്നൊക്കെ രേവതി പറയും. ശ്രുതി എന്നിട്ട് പുറത്തിട്ട് വന്നിട്ട് ശ്രുതിയോട് പറയുവാണ്, ഭക്ഷണം എടുത്ത് വെക്കുക, എനിക്ക് മീറ്റിങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, എന്താ ശ്രുതി എന്താ ചേട്ടൻ ഇത്തിരി വിവരമെങ്കിലും ഉണ്ടോ, വിദ്യാഭ്യാസം ഉള്ളതല്ലേ, ഇങ്ങനെയാണോ വീട്ടിൽ വരുന്ന ഒരാളോട് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷയും ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പാവം അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, അത് പിന്നെ ശ്രുതിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും, സമയത്തിന് പോകണ്ടേ, ശ്രുതി ഒരു ബിസിനസ്മാൻ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ബിസിനസ്സുകാർക്ക് മാത്രമേ സമയം മുക്കിയുള്ളൂ, എന്നാലും കാണിച്ചത് വളരെ മോശമായി എന്ന് പറയും. ശ്രുതി ഇതൊന്നും വക കൊള്ളാതെ ശ്രുതി ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ സച്ചിക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന് സച്ചി അവിടെയുള്ള ദോശയാണ് കേട്ടോ, ദോശ അങ്ങനെ എടുത്ത് ശ്രുതിയുടെ വായിൽ, നിനക്ക് ഭക്ഷണം കഴിക്കണമല്ലേ എന്ന് പറഞ്ഞ് ആ ദോശയൊക്കെ എടുത്ത് ശ്രുതിയുടെ വായിൽ കുത്തി കയറ്റുവാണ്.
അപ്പോൾ ശ്രീകാന്ത് സച്ചിയെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ സച്ചി കാണിക്കുന്നത്, ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അവൻ അതിനു വേണ്ടി തന്നെയാണ് കാണിക്കുന്നത്, അവനെന്നെ കൊല്ലാൻ നോക്കുവാണെന്നൊക്കെ പറയും. ഇവനിതൊന്നും പുതിയ കാര്യമല്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് മിണ്ടാണ്ടിരി ശ്രുതിയേട്ടാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇതൊന്നും കേൾക്കുന്നില്ല. അവൻ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കാണിച്ചത്, അവൻ ഒരാളെ കൊന്ന് ജയിലിൽ പോയിട്ടുള്ള ആളല്ലേ, അപ്പോൾ അവൻ ഇതൊന്നും പുതുമയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകുവാണ്. കാരണം സച്ചി ജയിലിൽ കിടന്ന കാര്യം ആർക്കും അറിയില്ല. ശ്രുതി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ശ്രുതിയും രേവതിയും വർഷയും ഒക്കെ അറിയുന്നത്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് രേവതി നമ്മുടെ സച്ചിയോട് ചോദിക്കുന്നത്, എന്താ ചേട്ടാ, ചേട്ടൻ ജയിലിൽ കിടന്നൊക്കെ ശ്രുതി പറഞ്ഞല്ലോ, ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കുമാണ് സച്ചി മനസ്സ് തുറക്കുന്നത്. തൻ്റെ പഴയകാല ഓർമ്മകളിലേക്കും തനിക്കൊരു അനിയൻ കൂടി ഉണ്ടായിരുന്നുവെന്നും ഒരു ദിവസം അച്ചാമ്മയുടെ വീട്ടിൽ പോയപ്പോഴേക്കും, പൊങ്കൽ ദിവസം പോയപ്പോഴേക്കും അവിടെ വെച്ച് ശ്രുതി അവനെ വെള്ളത്തിലിട്ട് കൊന്ന് ആ കുറ്റം തൻ്റെ തലയിൽ ചുമത്തി എന്നും ഒക്കെയാണ് സച്ചി പറയുന്നത്. എന്നിട്ട് അവൻ എന്നെ ഒരു കള്ളനാക്കി, എന്നെ ജയിലിലും വിട്ടു കൊലപാതകിയുമാക്കി, ശരിക്കും അവൻ ചെയ്ത കുറ്റമാണത്. അതുകൊണ്ടാണ് അമ്മ എന്നെ ഇന്നും വെറുക്കുന്നത്, എൻ്റെ അനിയനെ ഇല്ലാതാക്കിയത് ഞാനാണെന്നാണ് അമ്മ കരുതുന്നത് സച്ചി പറയുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി നല്ലോണം അന്തം വിട്ട് നിൽക്കുവാണ്. കാരണം സച്ചിയേട്ടൻ ഒന്നുമില്ലെങ്കിലും ജയിലിൽ പോയി വന്ന ആളല്ലേ എന്നൊക്കെ ഓർത്ത് രേവതി നിൽക്കുവാണ്. ശ്രുതി ഇത്രയും വലിയ കള്ളനാണോ എന്നാണ് രേവതിയുടെ മനസ്സിൽ. എന്തായാലും വരും എപ്പിസോഡിൽ നമുക്ക് ഇതൊക്കെ കാത്തിരുന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഞാൻ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി.